ൊക്കെ മരണപ്പെട്ടപ്പോൾ 100 ആണോ? നിങ്ങൾ ചിന്തിക്ക്, ഒരാൾ മരണപ്പെട്ടാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെ ജീവിക്കുന്നത് എന്നതിലല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ചങ്ങാതി അവാർഡൊക്കെ വാങ്ങി എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അൽഹംദുലില്ലാ, പിന്നെ അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മലയാളം അറിയാത്തതുകൊണ്ടൊന്നും മനസ്സിലാവണില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു വലിയ കഥയാണ് പറയണം. ചിലപ്പോൾ ചിലർക്ക് വിദ്യാഭ്യാസം ഇല്ലാതിരിക്കലാണ് നല്ലത്. വിദ്യാഭ്യാസം ഇല്ലാതിരിക്കലാണ് ചിലർക്ക് നല്ലത്. വിദ്യാഭ്യാസം കൂടിക്കഴിയുമ്പോഴാണ് കുഴപ്പം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കണ്ടില്ലേ, ചിലർക്ക് ബുദ്ധി കൂടിയപ്പോൾ തലതിരിഞ്ഞു പോയത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കഥ ആരോ പറഞ്ഞപ്പോൾ, ഇദ്ദേഹം വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ഒരാൾ ആ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞങ്ങളുടെ നാട്ടിലൊരു കഥ പറയാറുണ്ട്. ഒരു മനുഷ്യൻ, അവിടെ വിഷയമൊന്നും ഇല്ലല്ലോ അപ്പാ, ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ പള്ളിയിലേക്ക് കപ്പിയാരാകാൻ പോയി. ഇവിടെ എന്ത് പറയണമെന്നറിയില്ല, ഈ മണിയടിക്കണ ആളല്ലേ ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ മണിയടിക്കാൻ. അപ്പോൾ ഈ കപ്പിയാരിങ്ങനെ ഈ മണിയടിക്കണ ജോലിക്ക് വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഒരാഴ്ച ഇവിടെ നിന്നിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജോലി തരാം. ഒരാഴ്ച ആ മനുഷ്യനെ സമയം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് 3-4 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾക്കൊന്നും അറിയണില്ല. അപ്പോൾ പറഞ്ഞു, നിനക്കിവിടെ ജോലിയില്ല, നീ പൊക്കോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് ഒരാഴ്ച കൂടെ താ. കൈകാലൊക്കെ പിടിച്ചപ്പോൾ ഒരാഴ്ച കൂടെ ഇദ്ദേഹത്തിന് സമ്മതം കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടും കപ്പിയാരോട് ചോദിക്കുമ്പോൾ അയാൾക്കൊന്നും അറിയണില്ല. അപ്പോൾ അയാളോട് പറഞ്ഞു, നിനക്കിവിടെ ജോലിയില്ല, നീ പൊക്കോളാൻ. ഈ മനുഷ്യനിങ്ങനെ ജോലി നഷ്ടപ്പെട്ട പ്രയാസത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ പള്ളിയുടെ മുന്നിൽ ഒരു ചെറിയൊരു തട്ടുകട കണ്ടു, ചെറിയൊരു കട കണ്ടു. അദ്ദേഹം പോയി ചോദിച്ചൊരു വീഡിയോ ഉണ്ടോ എന്ന് വലിക്കാൻ. പറഞ്ഞു, ഇവിടെ വീഡിയോ ഒന്നുമില്ല. ടെൻഷൻ വന്നപ്പോൾ, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ടെൻഷനിൽ ഒരു വീടി ചോദിച്ചപ്പോൾ ആ കടയിൽ വീടി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ഇവിടെങ്ങും വീടി കിട്ടൂല? ഇവിടെങ്ങും കിട്ടൂല, വളരെ പ്രയാസവാ, ടൗണിൽ നിന്നൊക്കെ വരണം വീടി. അദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ പ്രിയപ്പെട്ടവരെ, ടൗണിൽ പോയിട്ട് കുറച്ച് വീടി ഉണ്ടാക്കണ ഇല വാങ്ങിച്ചു. നേരെ വന്നിട്ട് ആ കടയുടെ മുന്നിൽ ഒരു ചെറിയ ആൽമരമുണ്ട്. ആ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് വീടി ഉണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം വീടി ഉണ്ടാക്കും, കടയിൽ കൊണ്ട് കൊടുക്കും, കാശ് വാങ്ങും. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് വീടി കച്ചവടം നടത്തി വലിയ കാശുകാരനായി. അദ്ദേഹം വലിയ കാശുകാരനായപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. നിങ്ങൾക്ക് ലോണ് വേണോ? എത്ര ലക്ഷം വേണമെങ്കിലും ഞങ്ങൾ തരാം, നിങ്ങൾ എടുക്ക്. അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എത്രയൊക്കെ പൈസ കുറച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം സമ്മതിക്കണില്ല. അവസാനം ബാങ്കിൻ്റെ മാനേജർ തന്നെ വന്നു. ആ ബാങ്കിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ വന്നിട്ട് നിങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ഇത്രയും ഒരാൾക്ക് ഓഫർ കൊടുത്തിട്ടില്ല, ഇത്രയും ഓഫർ തന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാത്തത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ഈ പറയുന്നത് എന്താണ്? നീ വന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മുഴുവനും എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല. അപ്പോൾ അദ്ദേഹം പറയുക, നിങ്ങൾക്കെങ്ങാനും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ എത്തിയേനെ? വിദ്യാഭ്യാസമില്ലാതെ തന്നെ നിങ്ങൾ ഇത്രയും വലിയ കച്ചവടക്കാരനായി. നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ എത്തിയേനെ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പള്ളിയിൽ ബെല്ലടിക്കുന്ന ആളായേനെന്ന്. അപ്പോൾ ഇല്ലാതിരുന്നതെന്നായെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അറിവ് കൂടിക്കഴിയുമ്പോൾ ചിലർക്ക് വന്ന വഴിയങ്ങ് മറന്നുപോകും. ആ സാധു ഒന്നുമില്ലാതെ താഴേക്കടയിൽ നിന്ന് കടന്നു വന്നവൻ പല സ്റ്റേജുകളിലും വെച്ച് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണത്തിനാണെന്ന് തോന്നുന്നു സ്വർണം ഞാനും കൊടുക്കുന്ന സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്രയും പാവപ്പെട്ടവൻ. അദ്ദേഹത്തിൻ്റെ പ്രയാസം അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയത്. നമുക്കോ ഏക്കർ കണക്കിന് ജാഗയുള്ളവനും കോടിക്കണക്കിന് പൈസ ഉള്ളവനും പള്ളിക്കും മദ്രസയ്ക്കും യതീംഖാനയ്ക്കും ചോദിച്ച് വീട്ടിൽ ചെന്നാൽ പറയും, ഇവിടെ ആരുമില്ല എന്ന് അകത്തിരുന്നിട്ട്. അല്ലെങ്കിൽ പറയും, പഠിച്ചെന്താ ഇതേ ഉള്ളൂ, അൽഹംദുലില്ലാ വെച്ചോ. ഇതാ നമ്മുടെ അവസ്ഥ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ മരിക്കുമ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എത്ര പേര് മരിക്കണം? എത്ര പേര് പറയണം? നീ മരിച്ച് വെള്ളത്തുണിയിൽ പുതച്ച് കിടത്തുന്ന ദിവസം 40 പേര് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ മതി, നീ രക്ഷപ്പെടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ? ആലോചിക്കേണ്ടത് അവിടെയാ. സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് മഹാന വലിയ ഇതൊക്കെ പറയും. ഓൻ എന്നെക്കുറിച്ച് എന്തൊക്കെയോ